കർത്താവ് എൻ്റെ ശക്തിയും പരിചയവുമാണ്. കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു. അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു. എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു. സങ്കീർത്തനം 28:7. അവർ ലേഡി ഓഫ് സോറോസിന്റെ 231 സ്നേഹ സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ സ്നേഹ സംഗമത്തിന് ആരംഭം കുറിക്കാം. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി ശ്രീമതി ഓമന റാഫേലിനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. ഓമന ചേച്ചി. കേക്കാല്ലേ? എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവകത്തിൽ ചെല്ലയിലെല്ലാം മാൺപൂകൾ വിടരട്ടെ. ഈ മനസ്സു നന്നാവട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ, സുരബില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. സുരബില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവകൃത്തിൽ ചില്ലയിലെല്ലാം മാൺപൂകൾ വിടരട്ടെ. ാകട്ടെ, ധർമ്മം പാതയതാവട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിണങ്ങിയിടട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിണങ്ങിയിടട്ടെ. ഈ മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവകൃത്തിൽ ചില്ലയിലെല്ലാം മാൺപൂകൾ വിടരട്ടെ. ഈ മനസ്സു നന്നാവട്ടെ. താങ്ക് യു. നല്ല ആശയമുള്ള മനോഹരമായ പ്രാർത്ഥന ഗാനം ആലപിച്ച ഓമന ചേച്ചിക്ക് സ്നേഹപൂർവ്വം താങ്ക് യു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീമതി മറിയാമ്മ ജോസഫിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. എല്ലാവർക്കും നമസ്കാരം. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും ഗൂഗിൾ മീറ്റ് വഴി നടത്തപ്പെടുന്ന സ്നേഹ സംഗമത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ദർശനയുടെ 231 ഈ സ്നേഹ സംഗമം നടത്തുന്നത് അവർ ലേഡി ഓഫ് സോറോസിന്റെ ഫസ്റ്റ് ഗ്രൂപ്പാണ്. ആദ്യമായി അധ്യക്ഷപദം അലങ്കരിക്കാൻ എത്തിയിരിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ്ബ് ഡയറക്ടറുമായ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI ഒരു കൂട്ടായ്മ സ്നേഹത്തിലും കരുതലിലും വളർന്നു വരുവാൻ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ അച്ഛനെ ഏറ്റവും ഹൃദ്യമായ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഈ മീറ്റിംഗിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന മാനേജർ ഓഫ് സെൻട്രൽ സ്കൂൾ കട്ടപ്പന ഫാദർ വർഗീസ് താണിപ്പറമ്പ് അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മീറ്റിംഗിൽ മുഖ്യ അതിഥിയായി ഹോളി ഫാമിലി പഞ്ചാബ് മിഷൻ സുപ്പീരിയർ സിസ്റ്റർ റൂബി ചിയാരത്തെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്ന വിയ്യൂർ ജയിൽ സൂപ്രണ്ട് ജയ TJ മേഡത്തെയും ഏറ്റവും സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ദർശനയുടെ PRO പിയൂസ് കോട്ടപ്പുറത്തെയും പ്രസിഡന്റ് സാജു ജോണിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇൻചാർജായ മിനി ഔസേപ്പിനെയും കൺവീനറായ ശ്രീ ജോസ് കരട്ടിയെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ ആശംസ അർപ്പിക്കാൻ വന്ന ദർശന ഗ്ലോറിയ ഗ്രൂപ്പ് സെക്കൻഡ് ലീഡർ സിബി വർഗീസിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഭക്തിനിർഭരമായ പ്രാർത്ഥനാഗാനം ആലപിച്ച ഓമന റാഫേലിനെയും മനോഹരമായി അവതരണം നടത്തുന്ന ജെസി ലോറൻസിനെയും നന്ദി അർപ്പിക്കുന്ന പ്രിൻസി ചാക്കോയെയും സ്നേഹാദരപൂർവ്വം മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
അടുത്തതായി ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു മറിയമ്മ ചേച്ചി. അടുത്തതായി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനും ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്നതിനുമായി ശ്രീമാൻ ജോസേട്ടൻ കൊരട്ടിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. കേൾക്കാലോ. ഇന്നത്തെ സ്നേഹസംഗമം നടത്തുന്നത് അവർ ലേഡി ഓഫ് സോറോസ് ഫസ്റ്റ് ഗ്രൂപ്പ്. അടുത്ത ആഴ്ച ഡോർഫ് ഫുട്ബോളിന്റെ ആണ്. ഇന്ന് 22-ാം തീയതി ശനിയാഴ്ച ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഗ്രൗണ്ടില് ഭക്തനിർഭരമായ നമ്മുടെ അത്ലറ്റ് മീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഭംഗിയായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19-ാം തീയതി ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിതി 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിതി 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിതി 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിതി ശിങ്കാരിമേൾ ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സിമെന്റ് കാഴ്ചപരിമിതർക്കും ചലനപരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽ ചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കുമുള്ള കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുന്നതിനുള്ള ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാൻ കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികൾ എന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 439 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറോസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാൻ പ്രാർത്ഥനയുടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായി ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 10,000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിന് വേണ്ട ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും അത്ലറ്റ് മീറ്റും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയംതൊഴിലിന് വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്ന സുമനസുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന മത നേതാക്കന്മാരുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലും സമൂഹത്തിന്റെ മുൻനിരയുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. റിപ്പോർട്ട്. പ്രിയമുള്ളവരെ, 15/11/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMIയുടെ അധ്യക്ഷതയിൽ ചേർന്ന 230ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് ദർശനയാണ്. അവതരണം ശ്രീ ജോയ് പള്ളിക്കുന്ന്.
പ്രാർത്ഥന കുമാരി ബിന്ദു മാള. സ്വാഗതം ശ്രീമതി അശ്വതി സോമൻ. ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരണം ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. അധ്യക്ഷൻ ഹൈദരാബാദിലായിരുന്നതുകൊണ്ട് യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ഉദ്ഘാടനം ചെയ്യാനെത്തിയത് കോട്ടാറ്റ് സെന്റ് ആന്റണീസ് ചർച്ച് വികാരി റവൻ ഫാദർ ജോയൽ ചെറുവത്തൂർ അച്ഛനായിരുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഞാൻ ജോയൽ അച്ഛനാണ്. കോട്ടാറ്റ് പള്ളിയിൽ വികാരിയായി വർക്ക് ചെയ്യുന്നു. സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ സ്പിരിച്വൽ ഡയറക്ടറായി സേവനം ചെയ്യുന്നു. ഇന്ന് വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഡോളി മാള വഴിയാണ് ഗ്രൂപ്പിനെ പറ്റി അറിയുന്നത്. സോളമൻ അച്ഛൻ എന്റെ കൂട്ടുകാരനാണ്. ഞാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറണം. ക്ലബിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കുക. നന്മകൾ നേർന്നുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് നടത്തിയ അഭിനയ മികവ് യൂട്യൂബ് വ്യൂസ് വിജയികൾ. ഫസ്റ്റ് സിബി വർഗീസ്, സെക്കൻഡ് അംജോ പി ആൻഡോ, തേർഡ് അൽമജ പി ആൻഡോ. പങ്കെടുത്തവർക്കും വിജയികൾക്കും അഭിനന്ദനങ്ങൾ. മുഖ്യാതിഥിയായി വന്നത് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വിഭാഗം ഡോക്ടർ ശിശിര മാഡമായിരുന്നു. ഇന്നലെ നവംബർ 14 ഡയബറ്റിക് ഡേ ആയിരുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നതാണ് ഡയബറ്റിക്. കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഡയബറ്റിക്, പ്രായമാർക്കുണ്ടാകുന്നത് ഇൻസുലിൻ. പ്രഗ്നന്റ് ഡയബറ്റിക്, അമിതമായ വിശപ്പ്, ദാഹം, മൂത്രമൊഴിക്കൽ, മുറിവുണ്ടായാൽ ഉണങ്ങാതിരിക്കൽ, ഇതെല്ലാം ലക്ഷണങ്ങളാണ്. ഷുഗർ ടെസ്റ്റ് കാലത്ത് 125, ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് 200 വരെ. പരിഹാരം 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക. ചിട്ടയായ ജീവിതം നയിക്കുക. ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുകയും ഉചിതമായ മറുപടി നൽകുകയും ചെയ്തു. നന്ദി, നമസ്കാരം. ആശംസ പറഞ്ഞത് തിരുഹൃദയ ഗ്രൂപ്പ് അംഗം കുമാരി ബീന മുല്ലശ്ശേരിയാണ്. എന്റെ അപ്പനും അമ്മയ്ക്കും 8 മക്കളാണ്. ഞാൻ ഇളയതാണ്. എനിക്ക് പോളിയോ വന്നതാണ്. ദർശനയിൽ വന്നതിന് ശേഷം കുറെ കൂട്ടുകാരെ കിട്ടി. വളരെ സന്തോഷമാണ്. സോമനച്ഛൻ വീട്ടിൽ വരാറുണ്ട്. ഞാൻ കാലിൽ മറക്കില്ല ഒരിക്കലും. ജന്മദിനത്തിന് കേക്ക് മുറിക്കാൻ വരാറുണ്ട്. എന്നെ നോക്കാൻ പ്രത്യേകിച്ച് കൂടെ ഉണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മനോഹരമായി കാണാനാണ്. നന്ദി. യോഗാവസാനം നന്ദി പറഞ്ഞത് കുമാരി ട്രീസ മുള്ളൂർക്കര. യോഗം അവസാനിച്ചു. ഇന്നത്തെ ചോദ്യം ആരൊക്കെയാണ് ഈ യോഗത്തിന്റെ നോട്ടീസും അനൗൺസ്മെന്റും സ്റ്റാറ്റസ് ഇട്ടത്? ഉത്തരം ഒരാൾ മാത്രം, കുമാരി രതി ബാലൻ പുത്തൂർ. സമ്മാനം കൊടുക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു ശ്രീ KJ ജോസ് കൊരട്ടി. താങ്ക് യു ജോസേട്ട. വളരെ മനോഹരമായിട്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. നമുക്ക് റിപ്പോർട്ട് പാസ്സാക്കല്ലേ? ഓക്കെ, പാസ്സാക്കിയിരിക്കുന്നു. ഓക്കെ. നമ്മുടെ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ വളരെ സ്നേഹത്തോടെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ സോളമൻ അച്ഛൻ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ടാതിഥികളെയും, പ്രത്യേകിച്ച് അവർ ലേഡി ഓഫ് സോർവസ് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ എല്ലാ അമ്മച്ചിമാരെയും പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതവും നന്ദി അർപ്പിക്കുകയാണ്. കാരണം അത്രമാത്രം ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും ഈ ഗ്രൂപ്പിലായിരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ ഞാനായിരിക്കുന്നത് ക്രൈസ്റ്റ് കോളേജിന്റെ മൈതാനത്താണെന്നുള്ളതാണ്. അവിടെ ഓൾറെഡി നമ്മുടെ അത്ലറ്റ് മീറ്റ്, 5ാമത് പാര അത്ലറ്റ് മീറ്റ് നമ്മളിവിടെ അരങ്ങേറുകയാണ്. ഏകദേശം 50ഓളം കുട്ടികളാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 72 ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം 50 മാത്രമേ വന്നിട്ടുള്ളൂ. ഒന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് ഒന്ന് പഞ്ചവസ്തു ഇടമല്യൊന്നും ഇല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ കാലാവസ്ഥ മോശമായതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇന്ന് എണ്ണം കുറഞ്ഞത്. എന്തായിരുന്നാലും നമ്മൾ ഒരു പുതിയ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ID കുട്ടികളടങ്ങുന്ന ഒരു പുതിയ ഗ്രൂപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് ഇപ്പൊ ഈ 50 വീട്ടിലേരെയും അതുപോലെ തന്നെ പുതുതായിട്ട് സ്റ്റേറ്റ് ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ നമ്മൾ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്റ്റേറ്റ് കോമ്പറ്റീഷൻ നടക്കുക ഡിസംബർ 20, 21 തീയതികളിലാണ്. അപ്പൊ അതിലേക്ക് എല്ലാവരും തന്നെ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ വർഷവും തൃശ്ശൂരിനെ റെപ്രസെന്റേറ്റ് ചെയ്ത് പോയി ഏറ്റവും നല്ല വിജയം കൈവരിച്ചു കൊണ്ടുവരാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ വർഷം ഏറ്റവും ഭംഗിയായിട്ട് തവനീഷ് സംഘടന നമ്മളുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് തവനീഷ് സംഘടനയ്ക്ക് ഒരു അവാർഡ് കിട്ടാനായിട്ട് കാരണമായിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ സാന്നിധ്യമാണ് അതിനൊരു കാരണമായി തീർന്നിട്ടുള്ളത്. തവനീഷ് സംഘടന എന്ന് പറയുന്നത് ക്രൈസ്റ്റ് കോളേജിന്റെ ഒരു സംഘടനയാണ്. കുട്ടികൾ ചേർന്ന് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്താനായിട്ട് തയ്യാറായിട്ടുള്ള ഒരു സംഘടനയാണ്. അവർക്ക് തവിഷ്കാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടി ഉണ്ട്. നമ്മുടെ ഈ പാര അത്ലറ്റ് മീറ്റ് മാത്രമല്ല, സവിഷ്കാര എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമും അവർ നടത്തുന്നുണ്ട്. അത് ഡിസംബർ 1, 2
തീയതികളിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിലേക്കും നിങ്ങൾ എല്ലാവരും പ്രത്യേകമായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അതിലേക്കും എത്തിച്ചേരുക. ഭിന്നശേഷിക്കാരായിട്ടുള്ള എല്ലാവരും എത്തിച്ചേരാനായിട്ട് പരിശ്രമിക്കുക. നമ്മൾ ഈ വർഷം തവനേഷ് സംഘടനയും BP വിദ്യാർത്ഥികളും ദർശന സർവീസ് സൊസൈറ്റിയും ക്രൈസ്റ്റ് കോളേജും എല്ലാം ചേർന്ന് ഏറ്റവും ഭംഗിയായിട്ട്, അതായത് ഈ പ്രാവശ്യത്തെ വോളണ്ടിയേഴ്സ് ഏറ്റവും വളരെ കോടിയലായിട്ട് എല്ലാവരും ഒത്തുചേർന്ന് നല്ല ഭംഗിയായിട്ട് നടത്താനായിട്ട് ആഗ്രഹിച്ചു. എല്ലാ പ്രോഗ്രാമുകളും ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ഇനി ജാവലിൻ ആൻഡ് ഡിസ്കസ് മാത്രമേ ഉള്ളൂ. 3 മണിക്ക് സമാപനം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് RTO SP എന്നിവരൊക്കെ എത്തിച്ചേരുന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതും ഭംഗിയായിട്ട് നടക്കും. പിന്നെ എല്ലാവരും ഞങ്ങൾ ഓൾറെഡി സ്വിമ്മിങ് നാഷണൽ ലെവലിലുള്ള സ്വിമ്മിങ് കോമ്പറ്റീഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൽ അർജുൻ, തൃശ്ശൂരിന്റെ ഭാഗമായിട്ട് അർജുൻ മൊത്തത്തിൽ 10 മെഡൽസ് ആണ് നമുക്ക് കിട്ടാനായിട്ട് സാധിച്ചത്. 3 മെഡൽ സ്വർണവും 3 സ്വർണം 2 വെള്ളി 5 വെങ്കലം എന്നീ നിലകളിലാണ് നമുക്ക് സമ്മാനം കിട്ടിയിരിക്കുന്നത്. തൃശ്ശൂർ ഏരിയയിൽ നിന്ന് ഒരു അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള പയ്യന് സമ്മാനം കിട്ടിയിട്ടുണ്ട്. ID കുട്ടിയാണ്. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യവും ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ പ്രയത്നങ്ങൾ കാര്യം ശരിയാണ്. ചിലപ്പോഴൊക്കെ ചില അസ്വസ്ഥതകളുണ്ടാകാം, അല്ലെങ്കിൽ ഒരു അവസരങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും നമ്മുടെ ഉയർച്ച അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരുടെ വളർച്ച അത് വളരെ ശീഘ്രഗതിയിൽ മുന്നേറുന്നു. അതുപോലെ തന്നെ അവർക്ക് ഭാവി ഉണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മറ്റെല്ലാ പാരൻസ് ആയാലും നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. ഈ വർഷം നമുക്ക് 6 കുട്ടികളെയാണ് ID കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത്. അപ്പൊ മൊത്തം 30 പേരാണ് പങ്കെടുക്കാനുണ്ടായത്. 2 പേര് റിജക്റ്റഡായി, 2 പേര് വന്നില്ല. പങ്കെടുത്തവർ 26 പേരാണ് നാഷണൽ സ്വിമ്മിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തവര്. ഇനി തുടർന്ന് നമുക്ക് പ്രോഗ്രാമുകൾ വരുന്നത് 3-ാം തീയതി, ഡിസംബർ 3-ാം തീയതി ഭിന്നശേഷി ഡേ ആണ്. അന്നേ ദിവസം ചെറിയ രീതിയിൽ നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിലെ ആഘോഷങ്ങളുണ്ട്. 26-ാം തീയതി അതിന്റെ ആലോചന കമ്മിറ്റി കൂടുന്നുണ്ട് കളക്ടറേറ്റിൽ. അപ്പൊ അത് അനുസരിച്ച് അവിടെ പ്രോഗ്രാമുകളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഡിസ്ട്രിക്ട് ലെവലിലുള്ള ആഘോഷങ്ങൾ. തുടർന്ന് നമുക്ക് വിധവ അമ്മച്ചിമാരുടെ ഒരു കൂട്ടായ്മ വാർഷികാഘോഷമുണ്ട്. ഏറ്റവും സൂപ്പറായിട്ട് നടത്താനായിട്ട് ഈ വർഷം ഒരുക്കങ്ങളെല്ലാം നടത്തി വെച്ചിരിക്കുന്നു. അതിന്റെ പൂർണ്ണതയിൽ നടത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അഭിനന്ദിക്കാം അവരെ. അതുപോലെ തന്നെ അവരുടെ കൂട്ടായ്മ ഏറ്റവും ശക്തമായിട്ട് നീങ്ങുന്നു എന്നുള്ളതിൽ അഭിനന്ദിക്കുന്നു. തുടർന്നും നന്നായിട്ട് നീങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിന്റെ എല്ലാ ഒരുക്കങ്ങളൊക്കെ നന്നായിട്ട് നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ നമുക്ക് ക്രിസ്തുമസ് ആണ്. നമുക്ക് ഈ അമ്മച്ചിമാരുടെ വാർഷികാഘോഷത്തോടൊപ്പം തന്നെയാണ് 25 പേർക്ക് നമ്മൾ ധനസഹായം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതും ഭംഗിയായിട്ട് നടത്താനായിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിരുന്നു. ഈ വർഷം കുട്ടികൾക്കും എല്ലാവർക്കും കൂടി ചേർന്നിട്ട് 25 പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അതിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നവരെല്ലാവരും തന്നെ എത്തിച്ചേരാനായിട്ട് പരിശ്രമിക്കുക. അതിന്റെ ഇൻചാർജിനെ നിങ്ങൾ ഓരോരുത്തരും വിവരം അറിയിക്കുക. വരുന്നവര് അവിടെ അറിയിക്കാനായിട്ടൊക്കെ പരിശ്രമിക്കുക. അപ്പോൾ ക്രിസ്മസ്, തുടർന്ന് ക്രിസ്മസ് പുതിയ വർഷങ്ങളിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കേണ്ട നല്ല ഒരുക്കങ്ങൾ ഉണ്ടാകട്ടെ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവിധ സ്നേഹാശംസകളും നേരുകയാണ്. ഈ സ്നേഹ സംഗമത്തിന്റെ സ്നേഹാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. വളരെ തിരക്കിനിടയിലും അധ്യക്ഷ പദവി അലങ്കരിക്കാൻ എത്തിച്ചേർന്ന സോളമനച്ച ഒത്തിരി നന്ദി പറയുന്ന സ്നേഹത്തോടെ. ഉദ്ഘാടന കർമ്മത്തിനായി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിലെ മാനേജറായി സേവനം അനുഷ്ഠിക്കുന്ന റവറൻഡ് ഫാദർ വർഗീസ് അച്ഛനെ സ്നേഹത്തോടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ അച്ഛ. ദർശന ക്ലബിന്റെ പ്രസിഡന്റ് ഫാദർ സോളമൻ, മറ്റു ഭാരവാഹികളെ, നിങ്ങൾ ഓരോരുത്തരെയും പേരെടുത്ത് എൻ്റെ ഈ അഭിസംബോധനയിൽ പറയണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ലിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറെ പേരൊക്കെ എഴുതിയെടുത്തു. പക്ഷെ അതിൽ ചിലത് വിട്ടുപോകും എന്നുള്ള ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ട് ഞാൻ ആരുടെ പേര് പറയുന്നില്ല. നിങ്ങൾ എല്ലാവരെയും, ഇതിന്റെ ഭാരവാഹികൾ എല്ലാവരും വളരെ സ്തുത്യർഹമായ സേവനം ചെയ്യുന്നവരാണ്. വളരെ മനോഹരമായ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിന് നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസിക്കുകയും എന്റെ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. നിങ്ങൾ ചെയ്യുന്നത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. ഭിന്നശേഷിക്കാരായി ജീവിക്കുന്ന വ്യക്തികൾ ഓർക്കണം, അതൊരു വിളിയാണ്. നിങ്ങളുടെ പ്രസിഡന്റ് തന്നെ, ഇതിന്റെ സ്ഥാപകൻ ഫാദർ സോളമൻ, അദ്ദേഹം തന്നെ അന്ധനാണ്. എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഞാൻ മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിൽ ഡയറക്ടർ ആയിരുന്നപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ കണ്ണ് കാണാൻ പറ്റാത്ത വ്യക്തിയായിട്ട് അദ്ദേഹം തളർന്നു പോയിട്ടില്ല.
അദ്ദേഹം എത്രയോ മനോഹരമായ കാര്യങ്ങൾക്കാണ് മുൻകൈ എടുത്തിരിക്കുന്നത്. ദർശന സൊസൈറ്റിയിലൂടെ എത്ര വിഭാഗങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇത് വളരെ മനോഹരമായ കാര്യമാണ്, വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. അതിൽ എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. അവർ ലേഡി ഓഫ് സോറോസ് ഫസ്റ്റ് ഗ്രൂപ്പ് അവര് ചെയ്യുന്ന ഈ മനോഹരമായ പ്രവൃത്തി, ഈ സംഗമം, സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചയിൽ നടന്ന സ്നേഹബന്ധം 31ാമത്തേതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ഈ പ്രവർത്തനം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് എന്റെ പ്രാർത്ഥനയും ആശംസയും അർപ്പിക്കുന്നു. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ആൾക്കാർ കുറവ്. പക്ഷെ ചില വ്യക്തികൾ നിരന്തരം ഇതിന് പിൻബലമായി നിൽക്കുന്നു എന്നുള്ളത് അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതില് ഈ ഇതിന് ഞാനിപ്പോ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഇത് ആൾക്കാർ പറയേണ്ടതുണ്ട്. ഇതിന്റെ അംഗീകാരമാണ്. നിങ്ങള് ഓൾറെഡി സോറോസ് ഫസ്റ്റ് ഗ്രൂപ്പ് നടത്തുന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടത്തുന്ന ഫുട്ബോൾ, ക്രിക്കറ്റ്, ഓർക്കസ്ട്ര, ചെസ്, ഡ്രാമ, സ്വിമ്മിംഗ് ടീം, ഇങ്ങനെ പോകുന്ന ഓരോ കാര്യം, വീൽ ചെയർ ബാസ്കറ്റ്ബോൾ, പിന്നെ ഗ്ലോറിയ ഗ്രൂപ്പ്, തിരുഹൃദയ ഗ്രൂപ്പ്, ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ്, പിന്നെ മാർഗദർശി കൂട്ടായ്മ ഗ്രൂപ്പ്, അവർ ലേഡി ഓഫ് സോറോസ്, പിന്നെ ദർശന യൂട്യൂബ് ചാനൽ, 10,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ. ഇതൊക്കെ എത്രയോ സുന്ദരമായ കാര്യങ്ങളാണ്. പിന്നെ കനിവ് പ്രോഗ്രാം, വടംവലി മത്സരം, പിന്നെ ഉല്ലാസയാത്ര, പിന്നെ ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പ്, സ്നേഹസംഘം. ഈ ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പ് നിങ്ങളെ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യുന്ന ഈ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഒക്കെ ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹം ലഭിക്കും. അവർക്ക് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ചെയ്യുന്നതൊക്കെ എത്രയോ പ്രശംസനീയമായ അഭിനന്ദനാർഹമായ കാര്യമാണ്. അതിന് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കും. ഈ പറഞ്ഞ എല്ലാ ഗ്രൂപ്പുകളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന വലിയ വലിയ പ്രവർത്തനങ്ങൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അതിന് ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്നെ ഈ ഗ്രൂപ്പിലേക്ക് പരിചയപ്പെടുത്തി ക്ഷണിച്ചത് പ്രിൻസി ചാക്കോ ആണ്. പ്രിൻസി തന്നെ വിധവയാണ്. പക്ഷെ പ്രിൻസി വളരെ സന്തോഷപൂർവ്വം, ഒത്തിരി സ്ഥിരതയോടുകൂടി, ഒത്തിരി സ്നേഹത്തോടും തീഷ്ണതയോടും കൂടി എത്രയോ വലിയ പ്രവർത്തനങ്ങൾ വ്യാപൃതയാണ്. എത്രയോ സ്നേഹപ്രവർത്തനങ്ങൾ. ദൈവത്തിന്റെ അനുഗ്രഹം സമൃദ്ധമായി പ്രിൻസിക്കും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഉണ്ടാകട്ടെ എന്നെ നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. പ്രിൻസിക്ക് വേണ്ടി ദൈവം നിങ്ങളെ സമൃദ്ധം അനുഗ്രഹിക്കട്ടെ എന്നാണ് എന്റെ ആശംസയും പ്രാർത്ഥനയും. പിന്നെ ഇതില് വേറൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഈ ഭിന്നശേഷി എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഒരു വിനാശകരമായ അനുഭവം കരുതാൻ പാടില്ല. ഇത് വിളിയാണ്. നിങ്ങളെ ദൈവം വളരെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിളി നൽകിയിരിക്കുന്നത്. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്, ഞാനൊരു ഹൃദ്രോഗിയാണ്. പക്ഷെ ഈ ക്യാൻസർ രോഗവും ഹൃദ്രോഗവും ഒരു ശാപമായിട്ട് ഞാൻ കരുതുന്നില്ല. പക്ഷെ സാധാരണ മനുഷ്യരൊക്കെ എന്ത് ചെയ്യും? എനിക്ക് ക്യാൻസർ ആയി, ഇനി രക്ഷയില്ല, എല്ലാം പോയി, ഇത് പ്രായത്തോട് കഴിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊക്കെ ദൈവം നൽകുന്ന ഒരു സമ്മാനമാണ്. ദൈവം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ ഇതൊക്കെ നൽകാൻ പറ്റുള്ളൂ. ഇല്ലാത്തവർ പ്രാഗിയെ ശപിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഭിന്നശേഷിക്കാരായിരിക്കുന്നു എന്നുള്ളത് വിളിയാണ്. നമ്മളൊരു ഗ്രൂപ്പാണ്, നമ്മളൊരു ടീമാണ്. ഞാൻ ക്യാൻസർ രോഗി, ഞാൻ ഹൃദ്രോഗി എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളുടെ ടീമിൽ പെടുന്ന ആളാണ്. അതിന് ഞാൻ നിങ്ങൾക്ക് അതുകൊണ്ട് സന്തോഷമുണ്ട്. നിങ്ങളുടെ കൂടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഇത് ഉദ്ഘാടനം ചെയ്യാനും വേണ്ടി കിട്ടിയ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. നമുക്ക് മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്ന ഹോളി ഫാമിലി പഞ്ചാബ് മിഷൻ ഹൗസ് സുപ്പീരിയറായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ലൂസിയെ സ്നേഹത്തോടെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇതായിരിക്കുന്നത്. ഈ സ്നേഹസംഗമം കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ചതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങളുടെ റിപ്പോർട്ട് വായനയിലൂടെയും സാന്നിധ്യത്തിലൂടെയൊക്കെ മനസ്സിലായി ഈ കൂട്ടായ്മ വളരെ ഒരു ശക്തമായ ഒരു കൂട്ടായ്മയാണെന്നുള്ളത്. അതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും, അതുപോലെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ്. കാരണം ഇത്രമാത്രം ഒത്തൊരുമിച്ച് പോണെങ്കിൽ അത്രമാത്രം നിങ്ങൾ ഓരോരുത്തരും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇന്ന് നമ്മള് ചിന്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത്
ഉത്തരവാദിത്വം, ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെക്കാളും നല്ല ഇതുണ്ടാവും. പക്ഷെ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അപ്പം നമ്മളുടെ ജീവിതം നമ്മളുടെ കൈകളിലാണ്. അത് ഏറ്റവും മനോഹരമായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അപ്പം നമ്മൾ തന്നെ മതിയോ ദൈവം വേണ്ടത്? ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം ഒരു എഴുത്താശാനെ പോലെയാണ്. നമ്മളുടെ എഴുത്ത് പഠിപ്പിക്കുകയാണ് ഈശോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഈശോയോട് കോപ്പറേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ശരിക്കും നമ്മുടെ ജീവിതം നന്നായിട്ട് ജീവിക്കാനും അതുപോലെ നമ്മളുടെ ജീവിത കഥ എഴുതാനായിട്ട് നല്ലൊരു പെണ്ണ് നമ്മുടെ കയ്യിൽ, അതൊക്കെ നന്നായിട്ട് ഉപയോഗിച്ച് എഴുതാനൊക്കെ പറ്റും. ഇപ്പം നമുക്ക് പിതാവായ ദൈവം ഈശോയെ ഈ ലോകത്തേക്ക് വിട്ടത് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത് ഈശോയുടെ ഇഷ്ടം നിറവേറ്റാനാണ്. അപ്പൊ ഈശോയുടെ ഇഷ്ടം എന്താണോ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഒരു ചെറിയൊരു കഥ പറയാം. ഒരിക്കല് ഒരു മനുഷ്യൻ വലിയൊരു കാട്ടില് അകപ്പെട്ടു പോയി. അപ്പൊ ആ മനുഷ്യന് വേറെ ഒന്നും ചിന്തിക്കാതെ ഒരു മരത്തെ കയറിയിരുന്നു, മരത്തിൽ അള്ളി പിടിച്ചിരിക്കുക. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ താഴെ ഒരു മുടന്തനായ കുറുക്കൻ അവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പൊ ആ കുറുക്കനെ കണ്ടു കഴിഞ്ഞപ്പോ ആള് പാവം വയ്യാത്തതാണല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു പുലി അവിടേക്ക് കടന്നു വരുന്നത്. പുലി വരുന്നത് ആള് ഭക്ഷണം കഴിച്ചതിന്റെ ബാക്കി ഭക്ഷണമായിട്ട് വന്നിട്ട് ഈ മുടന്തനായ കുറുക്കനെ കൊടുക്കുക. അപ്പൊ അത് കണ്ടപ്പം പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ആരെങ്കിലും ഇതുപോലെ ഈ പുലി ഭക്ഷണമായിട്ട് വരുന്ന പോലെ എനിക്ക് ആരെങ്കിലും ഭക്ഷണം കൊണ്ട് തന്നായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്ന് ഈ മനുഷ്യൻ ചിന്തിച്ചു. അപ്പൊ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് ആരെയും ഇങ്ങനെ വിട്ടുതായോ? അപ്പൊ ആ ഈശോ പറഞ്ഞു, വിട്ടിയായ മനുഷ്യ, നീ എന്തിനാ ഈ മുടന്തനായ കുറുക്കനെ പോലെ ചിന്തിക്കുന്നത്? നിനക്ക് വേറൊരു മാതൃകയില്ലേ പുലിയായിട്ടുള്ളത്, അത് നിനക്ക് എടുത്തുകൂടെ? അപ്പൊ അങ്ങനെ പറഞ്ഞപ്പം ആ മനുഷ്യന് തന്നെ ദൈവം ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ അയാൾക്ക് ഭയങ്കര ഇതായി. അപ്പം നമ്മളാണെങ്കിലും നമ്മുടെ ജീവിതത്തില് പുലിയുടെ ഭാഗം എടുക്കാനായിട്ട് നോക്കണം. എപ്പോഴും മറ്റുള്ളവരുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. അതിൽ കൂടുതൽ നമ്മളെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ദൈവം ഒത്തിരി കഴിവുകളാണ് നമ്മളിലേക്ക് തന്നിരിക്കുന്നത്. ഒത്തിരി കഴിവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തില് കൂടുതൽ സന്തോഷവും സൗഭാഗ്യമൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ ദൈവം നമ്മളെ വേണ്ട രീതിയിൽ കൈ പിടിച്ച് നടത്തിക്കോളും. പരിശുദ്ധാത്മാവിനെ നൽകും. പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നല്ല നല്ല പ്രചോദനങ്ങൾ കിട്ടും. അപ്പം നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു ഉത്തരവാദിത്വം എടുക്കുന്ന വ്യക്തിയാകുമ്പോൾ അവര് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുള്ളൂ. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും തകർച്ചകളുണ്ടായാലും വേദന ഉണ്ടായാലും അതിൽ നിന്നെല്ലാം എന്തെങ്കിലും നല്ല ഒരു ഗുണം അവരതിൽ നിന്ന് കണ്ടെത്തും. അത് പരാജയപ്പെട്ടല്ലോ എന്നോർത്ത് വിഷമിച്ച് ഒരിക്കലും ഇരിക്കാറില്ല. പിന്നെ അവരെപ്പോഴാണേലും പ്രസന്റിലെ ജീവിതവും എപ്പോഴും അപ്പം ഉള്ള കാര്യങ്ങൾ, പഴയ കാര്യങ്ങളൊന്നും ചിന്തിച്ചിരിക്കാറില്ല. പിന്നെ അവര് ഫോക്കസ് ചെയ്യുന്ന പറയാൻ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യും. പിന്നെ അവരെ തന്നെ അംഗീകരിക്കും. നമ്മളൊക്കെ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ട് മാറുമ്പോഴാണ് കൂടുതൽ നമ്മളുടെ ജ്വലനം ഉണ്ടാകുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പം ചിലപ്പം നെഗറ്റീവായിട്ടുള്ള എനർജികൾ അല്ലെങ്കിൽ പൈശാചികം അങ്ങനെയുള്ള പ്രലോഭനങ്ങൾ ഇതെല്ലാം ഉണ്ടാകും. അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി കിട്ടുന്നതാണ് നമ്മൾ വചന വായനയിലൂടെ. വചനം പഠനം, അതുപോലെ വചനം ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വചനത്തിലൂടെ ജീവിക്കുമ്പോൾ ഈ തിന്മയുടെ ശക്തികൾക്കൊക്കെ നമ്മളിൽ നിന്നൊക്കെ അവർക്ക് ഭയങ്കര പേടിയാണ്. അപ്പം നമുക്ക് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ദൈവത്തോട് കൂടെ ജീവിച്ച ജോഷുവ പറയുന്നു, ഞാൻ പോകുന്നിടത്തെല്ലാം കർത്താവ് ഉണ്ടായിരുന്നു. സങ്കീർത്തനം 27:1 വാക്യം, ഞാൻ എത്ര വീണു പോയാലും ആത്മധൈര്യം വിടുകയില്ല. എന്തെന്നാൽ കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എന്റെ ജീവിതത്തിന്റെ കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? ഞാൻ പോകുന്നിടത്തെല്ലാം കർത്താവ് ഉണ്ടെന്ന പൂർണ്ണ ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം. നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തില് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ പെന്നുകൊണ്ട് നമ്മുടെ ജീവിത കഥ നല്ല സുന്ദരമായിട്ട് എഴുതി ജീവിച്ച് അവസാനിപ്പിക്കാം. അതിനുവേണ്ടി
ദൈവം നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററെ ഒത്തിരി നന്ദിയുണ്ട്. ഈശോ ആഗ്രഹിക്കുന്ന തരത്തിൽ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി സിസ്റ്റർ പ്രത്യേകം പ്രാർത്ഥിച്ചോളട്ടെ. താങ്ക് യു സിസ്റ്ററെ. അടുത്തതായി ഓക്കെ, താങ്ക് യു. നമുക്ക് ആശംസ പറയുന്നതിനായി ദർശന ക്ലബ് ഗ്ലോറിയ ഗ്രൂപ്പിന്റെ സെക്കൻഡ് ലീഡറായ ശ്രീമതി സിബി വർഗീസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ സിബി വർഗീസ്. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ഇന്ന് നമ്മുടെ 231 സ്നേഹസംഗമത്തിൽ എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം, ആശംസ അറിയിക്കുക എന്നുള്ളതാണ് ഇന്ന് എൻ്റെ കർത്തവ്യം. എൻ്റെ പേര് സിബി വർഗീസ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന സ്ഥലത്ത് കരുവാപ്പല എന്നൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചു പേർക്കെങ്കിലും എന്നെ അറിയാമായിരിക്കുമെന്ന് തോന്നുന്നു. എൻ്റെ വീട്ടില് എനിക്ക് മമ്മി, ഡാഡി, എൻ്റെ ചേച്ചി, ചേട്ടൻ, അവരുടെ മക്കള്, ഞങ്ങൾ ഇത്രയും പേര് അടങ്ങിയതാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. ഞാൻ ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ആളാണ്. വീൽ ചെയർ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും വീൽ ചെയറിൽ തന്നെയാണ്. എനിക്ക് ഒട്ടും നടക്കാൻ പറ്റത്തില്ല. ചെറുപ്പത്തിൽ എനിക്ക് ചെറിയൊരു ബലഹീനത ഉണ്ടായിരുന്നു കാലിന്. പക്ഷെ ഞാൻ നടക്കുമായിരുന്നു. അപ്പം സ്കൂളിൽ പോവുകയും കൂട്ടുകാരുടെ ഒപ്പം കളിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളായിരുന്നു. പക്ഷെ പിന്നീട് പെറുക്കെ ആണ് എൻ്റെ ഈ ബലഹീനത കൂടുകയും പിന്നെ എനിക്ക് ഒട്ടും നടക്കാൻ പറ്റാതാകുകയും ചെയ്തത്. അപ്പം അങ്ങനെ എൻ്റെ സ്കൂൾ പഠനം അധികം മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റിയില്ല. ഇടയ്ക്ക് വെച്ചത് നിർത്തേണ്ടി വന്നു. പിന്നെ ആ സമയത്ത് എനിക്ക് വീട്ടിൽ ഇരുന്ന് തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ നമ്മുടെ ഒരു ബുദ്ധിമോശം എന്നൊക്കെ പറയാറുണ്ട്. അന്ന് നമുക്ക് അങ്ങനെ പഠിച്ച് നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന ആളല്ലേ, അങ്ങനെ പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നൊരു തോന്നലായിരുന്നു. അപ്പൊ നമുക്ക് വായിക്കാനും ഒക്കെ ഉള്ള അറിയാം, അതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ധാരാളം വായിക്കാൻ ഇഷ്ടമായിരുന്നു. എൻ്റെ ചേച്ചി ഒരു മലയാള അധ്യാപിക ആയതുകൊണ്ട് തന്നെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി എനിക്ക് കൊണ്ടുതരുമായിരുന്നു, വാങ്ങിച്ചു തരുകയും ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരികയും ഒക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ വായിച്ചും ഒക്കെ ഇരുന്ന് അങ്ങനെ പിന്നെ പഠനം അതൊരു വലിയ അത്യാവശ്യമായിട്ട് അങ്ങനെ തോന്നില്ല. പക്ഷെ ഇപ്പം എനിക്കറിയാം അത് വലിയൊരു നഷ്ടമായിരുന്നത്. ഞാനത് ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നു എന്നറിയാം. എന്നാലും കുഴപ്പമില്ല, നമ്മള് എങ്ങനെ പോകുന്നു. പിന്നെ ഞാൻ ഗ്ലോറിയയില് നമ്മുടെ ദർശനയിൽ വന്നിട്ട് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ദർശനയിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ പല ഇങ്ങനെ യൂട്യൂബ് മത്സരങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ തുടങ്ങി. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ നാട്ടില് ഞങ്ങളുടെ ഒരു ഗ്രാമത്തിൻ്റെതായിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ അതിലെ ഒരു മെമ്പറായിരുന്നു. അപ്പൊ അങ്ങനെ അവരുടെ കൂടെ കൂടി കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങുമായിരുന്നു. ഇങ്ങനെ കുറച്ച് പ്രോഗ്രാമൊക്കെ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറെ പ്രോഗ്രാമുകളൊക്കെ അതിൽ പങ്കെടുക്കുമായിരുന്നു. പിന്നെ അതിനുശേഷമാണ് നമ്മൾ ഗ്ലോറിയ ഗ്രൂപ്പിൽ എത്തിയത്. ഗ്ലോറിയ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം കുറച്ചും കൂടെ നമ്മൾ ആൾക്കാരെയൊക്കെ കാണുകയും നമ്മളെ പോലുള്ള ആൾക്കാരെ കാണുകയും കുറച്ച് കൂട്ടുകാരെയൊക്കെ കിട്ടുകയും ഗ്ലോറിയയുടെ മത്സരങ്ങളിൽ, നമ്മുടെ ദർശനയുടെ യൂട്യൂബ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുകയൊക്കെ ചെയ്തു. എല്ലാ മത്സരത്തിലും പങ്കെടുക്കാൻ ഇഷ്ടമാണ്. നമുക്ക് സമ്മാനം കിട്ടുന്നോ കിട്ടുന്നില്ലേ അത് നമ്മളുടെ വിഷയമല്ല. നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമുക്ക് പുറത്തു പോയി മറ്റു പരിപാടികൾക്ക് പങ്കെടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന കുറവുകളെ ഓർത്തല്ല, തന്നിരിക്കുന്ന നന്മകളെ ഓർത്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഈ ദർശനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, നമ്മുടെ അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. താങ്ക് യു സിബി. അടുത്തതായി നന്ദി പറയുന്നതിനായി അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പ് ലീഡറായ ശ്രീമതി പ്രിൻസി ചാക്കോയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. എല്ലാവർക്കും നമസ്കാരം. അവർ ലേഡി ഓഫ് സോറോസിന്റെ നേതൃത്വത്തിൽ 231 സ്നേഹസംഗമമാണ് ഗൂഗിൾ മീറ്റ് വഴി ഇന്ന് നടത്തപ്പെട്ടത്.
ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ആദ്യമായി അധ്യക്ഷപദം അലങ്കരിച്ച നമ്മുടെ പ്രിയങ്കരനായ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛൻ ഇന്ന് ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് നടക്കുന്ന പാരാ അത്ലറ്റിക് മീറ്റിന്റെ തിരക്കുകളിലായിരുന്നിട്ടും ഈ മീറ്റിംഗിൽ പങ്കുകൊള്ളാൻ കാണിച്ച ആത്മാർത്ഥമായ സഹകരണത്തിനും അച്ഛന്റെ നല്ല വാക്കുകൾക്കും ഗ്രൂപ്പിലെ ഓരോ അംഗത്തിന്റെ പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അച്ഛന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും നന്ദി. ഉദ്ഘാടനം നിർവഹിച്ച റവറന്റ് ഫാദർ വർഗീസ് താണിപ്പാറ അച്ഛൻ തന്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുകയും അച്ഛന്റെ നല്ല വാക്കുകൾക്കും പ്രാർത്ഥനയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത സിസ്റ്റർ റൂബി സിസ്റ്ററുടെ സ്നേഹപൂർവ്വമുള്ള ഷെയറിങ്ങിന് പ്രത്യേകം നന്ദി പറയുന്നു. ശ്രീമതി ജയ TJ ജയിൽ സൂപ്രണ്ട് വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആൾക്ക് വേറെ ഒരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് മാഡത്തിന് വരാൻ സാധിച്ചില്ല. അപ്പൊ മാഡത്തിനും ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. ഈ മീറ്റിംഗിൽ ആശംസ പറഞ്ഞ ദർശനയുടെ ഭാഗമായ ഗ്ലോറിയ ഗ്രൂപ്പിന്റെ സെക്കൻഡ് ലീഡറായ കുമാരി സിബി വർഗീസിന്റെ ഷെയറിങ്ങിനും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. വളരെ വ്യക്തതയോടും കൃത്യമായും റിപ്പോർട്ട് അവതരിപ്പിച്ച ജോസേട്ടൻ കൊരട്ടിയോടും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ദർശനയുടെ PRO ആയ പിയൂസ് കോട്ടപ്പുറവും ദർശന ക്ലബിന്റെ പ്രസിഡന്റ് സാജു ജോൺസിനും എല്ലാ ലീഡേഴ്സിനും നന്ദി. ഇനി നന്ദി പറയാനുള്ളത് നമ്മുടെ ഗ്രൂപ്പിലെ സഹോദരികൾക്കാണ്. ഭക്തി നിർഭരമായ പ്രാർത്ഥനാഗാനം ആലപിച്ച ഓമന റാഫേലിനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിച്ച മറിയാമ്മ ജോസഫിനെയും മനോഹരമായി ആങ്കറിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജെസ്സി ലോറൻസിനെയും എല്ലാ സഹോദരിമാർക്കും നന്ദി. ഈ സ്നേഹ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. എല്ലാറ്റിനും ഉപരിയായി തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ടും ഈ മീറ്റിംഗിൽ എത്തിച്ചേർന്ന് തന്റെ വിലപ്പെട്ട സമയം തന്നുകൊണ്ട് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നു. സ്നേഹപൂർവ്വം ജെസ്സി ലോറൻസ്.